എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നാണോ നീ കരുതിയിരിക്കുന്നത്? കൊണ്ടുചെന്ന് തല വെച്ച് കൊടുത്ത ഒരുപാട് കേസുകളുണ്ട്. എല്ലാം ഇട്ടെറിഞ്ഞ് ഒറ്റയടിക്ക് അങ്ങ് പോവാൻ പറ്റുമോ? ഒരു പെങ്കൊച്ച് വളർന്നു വരുക. മോൾ എന്റെ ജീവനാണെന്ന് മാത്രം പറഞ്ഞ പോരാ, എന്റെ തന്തയൊരു ഗുണ്ടയാണെന്ന് പറയാനുള്ള ഗതികേട് മോൾക്ക് വരുത്തി വെക്കാതെ നോക്കണം. ഇന്നൊരൊറ്റ രാത്രി അത് മതി എനിക്ക്. നാളെ നേരം വെളുത്താൽ ഞാൻ നേരെ പോകുന്നത് CKC സാറിന്റെ അരികിലായിരിക്കും. എന്നിട്ട് എല്ലാം ഞാൻ തുറന്നു പറയും, അവസാനിപ്പിക്കാണെന്ന് അറിയിക്കും. എനിക്ക് പ്രണവ് സാറിനെ വിട്ടുകൊടുത്തേ പറ്റൂന്ന് ഞാൻ യാചിക്കും. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുതെന്ന് ആ മനുഷ്യന്റെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ടായാലും ഞാൻ ഇതിന്ന് തലയൂരും. അയാൾ അറിഞ്ഞ പ്രണവ് സാറിനെ വിട്ടുകൊടുക്കാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സമ്മതിപ്പിക്കണം. പാതി വഴിയിൽ അവസാനിപ്പിച്ചു പോയാ ഒരിക്കലും CKC എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നിധി മേഡത്തിനോട് ഞാൻ ഒരു ദിവസം വാങ്ങിയത്. എനിക്കെന്റെ മോളാണ് വലുത്. അതിലും വലുത് എനിക്കൊന്നുമില്ല. അമ്മ ഇങ്ങോട്ട് എന്നെ വിടും നിധി. അമ്മയൊന്ന് ബഹളം വെക്കാതിരിക്കെ. അമ്മ, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക. ഞാൻ അങ്ങനെ ചെയ്തതിന് അതിന്റേതായ കാരണമുണ്ട്. ശുദ്ധ മണ്ടത്തിര നീ കാണിച്ചത്. പഠിക്ക കൊണ്ടുവന്ന് കലയിട്ടുടച്ചു. നീ ഇങ്ങനൊരു വിഡിത്തം കാണിക്കുന്നത് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല നിധി. അമ്മയൊന്ന് പതുക്കെ സംസാരിക്കും. ആ വസുന്ധരാന്റി കേൾക്കും. ഇനി ഇപ്പൊ കേട്ടാൽ എന്താ, കേട്ടില്ലെങ്കിൽ എന്താ? കയ്യിൽ കിട്ടിയവനെ വിട്ട് കളഞ്ഞിട്ട് വന്നേക്കല്ലേ നീ? ഞാൻ പറയുന്നത് അമ്മയ്ക്ക് എന്താ മനസ്സിലാവാത്തത്? ദേ, ഒന്നും കാണാതെ പവിത്രനെ ഞാൻ ആശുപത്രിയിൽ വിട്ടിട്ട് വരുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? കൂടുതൽ വർത്തമാനൊന്നും നീ പറയണ്ട. നീ അല്ലെങ്കിലും മനസ്സലിവ് കൂടുതലുള്ളവളാണല്ലോ. അവന്റെ കുഞ്ഞിന് സുഖമില്ലാതെ കിടക്കുന്നു എന്നറിഞ്ഞപ്പോ അവനെ വിട്ടിട്ട് നീ ഇങ്ങ് പോന്നു. പ്രണവിനെ വിട്ടുതരാന്ന് അവൻ പറഞ്ഞ സ്ഥിതിക്ക് നീ എന്ത് ചെയ്യണമായിരുന്നു? ഏതു പാതിരാത്രി ആയാലും അവനെ വിളിച്ചോണ്ട് പ്രണവ് കിടക്കുന്നിടത്ത് പോണായിരുന്നു. എന്നിട്ട് പ്രണവിനെ നേരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണായിരുന്നു. അതൊന്നും ചെയ്യാതെ നിന്നിട്ടിപ്പോ ന്യായീകരിച്ചിട്ട് എന്താ കാര്യം? ശരിക്കും നിനക്ക് സ്നേഹം ഗൗതമനോടാണോ അതോ വല്ലവന്റെ കുഞ്ഞിനോടാണോ? കൊച്ചിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ശരി, സമ്മതിച്ചു. അതിന് ചോരയും കൊടുത്തു. അവൻ പ്രണവിനെ വിട്ടുതരാന്നും പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് സംഭവം നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് നീ കൂളായിട്ട് ഇങ്ങ് പോന്നു. ഈ ഒരു ഒറ്റ രാത്രി കൊണ്ട് അവന്റെ മനസ്സ് മാറില്ലെന്ന് എന്താ ഉറപ്പ്? അമ്മയ്ക്ക് ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ പറ്റൂ? വെറുതെ ഇങ്ങനെ ബഹളം വെച്ചോണ്ടിരുന്ന എനിക്കൊന്നും പറയാൻ പറ്റില്ല. നിനക്ക് എല്ലാത്തിനും ഓരോ ന്യായീകരണങ്ങൾ കാണുമല്ലോ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. തെളിഞ്ഞു കിട്ടിയ ഒരു വഴി നീ ആയിട്ട് അടച്ചു കളഞ്ഞു എന്ന് കരുതിയാ മതി. അമ്മ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല. ദേ, പവിത്രനെ കൊണ്ട് ഞാൻ നേരെ പ്രണവിനെ പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന അവനെ ഇങ്ങ് ഇറക്കിക്കൊണ്ടുവരാമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? പവിത്രൻ പ്രണവിനെ വിട്ടുതരാൻ തയ്യാറായി എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ അവിടെ കാവലിന് വേറെയും ഗുണ്ടകളുണ്ടമ്മേ. CKCയുടെ കാവൽ നായ്ക്കൾ ഒരുപാട് പുറത്ത് വേറെയും കാണും. എന്നുവെച്ചാ ഈ പവിത്രൻ വിചാരിച്ചാ പോലും പ്രണവിനെ അവിടുന്ന് പുറത്തിറക്കി എനിക്ക് കൈമാറാൻ സാധിക്കില്ലെന്ന്. ചിലപ്പോ അവന്മാര് പ്രണവിനെ അങ്ങ് ഇല്ലാതാക്കി കളയാനും മതി. അയ്യോ, ഇനിയിപ്പൊ ഞാൻ പോലീസിൽ അറിയിച്ചു തന്നെ വെച്ചോ. അപ്പൊ ആ CKCക്ക് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാവും. അങ്ങേരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത ഏത് പോലീസുകാരനും അമ്മ ഇല്ലാത്തത്. എന്നാലും പവിത്രൻ പ്രണവിനെ നാളെ കൊണ്ടുവരൂന്ന് പറഞ്ഞത് നടക്കുന്ന കാര്യാണോ? നടക്കും, നടക്കണം. ആ, ദേ, അടുത്ത ആള് വിളിക്കുന്നുണ്ട്. ആര്? വേറാരാ? നിർമ്മലാന്റിയാ. അമ്മയുടെ വായിന്ന് കേട്ടതിന്റെ ബാക്കി ഇനി അവിടുന്ന് കേൾക്കാം. നീയതെ അറ്റൻഡ് ചെയ്തിട്ട് സ്പീക്കറിലിട്. ആ, ഹലോ ആന്റി. എന്തായി? വീട്ടിൽ ചെന്ന് പാറുവിനോട് കാര്യം പറഞ്ഞപ്പോ കണക്കിന് കിട്ടിക്കാണൂലോ. അവിടുന്ന് കിട്ടിയതിനേക്കാൾ കടുപ്പമായിരുന്നു ഇവിടുത്തേത്. ഒരു വിധത്തിലൊന്ന് തണുപ്പിച്ചെടുത്തതേ ഉള്ളൂ. ദയവേത് ഇനി ഈ എരുതിയിലേക്ക് എണ്ണ ഒഴിച്ചേക്കരുത്. ഞാൻ പറഞ്ഞത് സത്യമല്ലേ മോളെ? പവിത്രനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഇന്ന് തന്നെ പ്രണവിനെ തിരിച്ചു കൊണ്ടുവരേണ്ടതായിരുന്നു. അത് തന്നെയാ നിർമ്മല ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത്. ദേ, രണ്ടുപേരും കൂടി എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യല്ലേ. തൽക്കാലം ആ പവിത്രനെ ശത്രുവാക്കിക്കൊണ്ട് ഒന്നും ചെയ്യുന്നത് ബുദ്ധിയല്ല. നമ്മുടെ ലക്ഷ്യം എന്താ? പ്രണവിനെ രക്ഷപ്പെടുത്തിയാൽ മാത്രം പോരാ, എല്ലാ തെളിവുകളും നമുക്ക് അനുകൂലമാക്കി
ഗൗതമിനെ ഈ കേസിൽ നിന്ന് തന്നെ തലയൂരി എടുക്കുക വേണം.